നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി അതിൽ കയറി അംഗമാകാൻ ശ്രമിക്കുക. ഫോളോ ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമ്മൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പ് ചാനൽ ടറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിൽ കയറി ഫോളോ ചെയ്യുക, അതിൽ ഒരംഗമാകുക. അതിനുശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നമുക്ക് ഡിസ്കൗണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ പങ്കെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് ആ ഒരു വിലക്കുറവിൽ, പൈസക്കുറവിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ അംഗമാകുന്നവർക്ക് മാത്രമേ ഡിസ്കൗണ്ട് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നീയുമായി ഇത്രയും അകന്നു പോകേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ ഇപ്പോഴുള്ള മൗനം ഈ വ്യക്തിയുടെ മനസ്സിൽ പേടിയും പശ്ചാത്താപവും ഉടലെടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം അപമാനിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ്. അത് നിങ്ങളുമായിട്ട് അങ്ങേയറ്റം സ്നേഹത്തിലായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ പേഴ്സൺ. ഈ വ്യക്തിക്ക് എല്ലാ തലത്തിലും നിങ്ങളോട് വളരെയധികം സ്നേഹം തന്നെയായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ജീവിതത്തിൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു യാമത്തിൽ എവിടെയൊക്കെയോ ഈ വ്യക്തിക്ക് ശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചടികൾ ഉണ്ടാവുകയും ദിശ മാറി സഞ്ചരിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം സ്നേഹസമ്പന്നരും അത്രയും അധികം ആത്മാർത്ഥതയും താഴ്മയും അത്രയും ആഴമേറിയ വികാരങ്ങളുള്ള വളരെ മനഃശുദ്ധിയുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം ഒരുപാട് ചതികൾ നിങ്ങൾ നേരിട്ട് അനുഭവിച്ച് കഴിഞ്ഞു. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ആദ്യം ഒരു രക്ഷകനായും അല്ലെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അരങ്ങേറി. പക്ഷേ അതിൽ നിന്നും പിന്നീട് എപ്പോഴേക്കോ നിങ്ങളെ അത്രയും ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ഈ വ്യക്തി കടന്നു കളഞ്ഞു. അതൊരു ഭീരുവിനെ പോലെ കടന്നു കളഞ്ഞു എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അത്രയും വളരെയധികം വികാരപൂർണമായിട്ടുള്ള, അതായത് അത്രയും വളരെ പെട്ടെന്ന് തന്നെ കരയുകയും മനസ്സിന് ഒട്ടും തന്നെ കട്ടിയില്ലാത്ത അത്രയും നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം നമുക്കിവിടെ കൂടുതൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ കുറ്റബോധം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുള്ളത്, അതായത് രൂപമാറ്റങ്ങൾ, അത് എല്ലാ തരത്തിലും സ്വഭാവ രീതിയിലാണെങ്കിലും ചിന്താഗതികളിലാണെങ്കിലും അങ്ങേയറ്റം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കാണ്. കാരണം വളരെയധികം വെള്ളത്തെ പോലെ ശുദ്ധരും അങ്ങേയറ്റം നിഷ്കളങ്കരും ആയിരുന്ന നിങ്ങൾ ഈ വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ മുതൽ തൊട്ട് തന്നെ നിങ്ങൾ സ്വയം പര്യാപ്തത നേടുകയും വളരെയധികം മൂർച്ചയേറിയ വാളായി മാറുകയും ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു രൂപമാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ നിസ്സാരമല്ല. നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ മനോശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ആളുകളെ വ്യക്തമായിട്ട് എങ്ങനെ മനസ്സിലാക്കണം, ഏത് വ്യക്തിയാണ് ആത്മാർത്ഥതയുള്ളത്, ഏത് വ്യക്തിയാണ് മുഴുവനുമായി കബളിപ്പിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിൻ്റെ പിന്നിലുള്ള ആ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ അതിശയിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. ഈ വ്യക്തി മറഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതായി നമുക്കിവിടെ കാണാം. അത് നിങ്ങളെക്കുറിച്ചുള്ള ദിനം പ്രതിയുള്ള അറിവുകൾ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തി എങ്ങനെയാണ് തിരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും മറ്റുള്ളവരോട് പരാതിപ്പെടുന്നതും അതുപോലെ ചർച്ച ചെയ്യുന്നതുമായിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അതിൽ പ്രാപ്തരായി എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ ഏകാന്തതയാണ് നിങ്ങളെ പല പാഠങ്ങളും പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ ഏതൊരു സാഹചര്യത്തിലും ചിരിക്കാനും നിങ്ങൾ എവിടെ വീണു പോയാലും അവിടെ നിന്ന് തന്നെ എഴുന്നേറ്റുയർന്നോടാനുമൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിന് പിന്നിലുള്ള ആ ഒരു അതിശയകരമായിട്ടുള്ള കാരണങ്ങൾ, അതായത് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള സംശയങ്ങളും ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റൊരു ബന്ധമുണ്ടായി കാണുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, നിങ്ങൾ അത്തരം ഒരു പുതിയ വ്യക്തിയെ സ്വീകരിച്ചു. ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന 1000 ചോദ്യങ്ങൾ. പക്ഷെ നിങ്ങളുടെ നേർക്ക് വരാനോ നിങ്ങളുടെ കൺമുന്നിൽ വരാനോ നിങ്ങളുടെ ക്ഷമാപണം നടത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിലേക്ക് പോലും നേരെ നിന്നുകൊണ്ട് ഒന്ന് നോക്കാൻ പോലും ഈ വ്യക്തിക്ക് സാധിക്കില്ല. കാരണം അത്രയും ഒരു ഒട്ടും തന്നെ മനോബലമില്ലാത്ത ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു ഈ പേഴ്സൺ. ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്, ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, ഈ വ്യക്തിയുടെ ജീവിതം, അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ജീവിതം, ഈ ഒരു ബന്ധം ഇതിങ്ങനെയായി തീർന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഈ വ്യക്തിക്ക് തന്നെയാണ്. കാരണം ഈ വ്യക്തി അത്രയും മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളോട് തിരിച്ചു പെരുമാറിയിട്ടുള്ളത്. നിങ്ങളുടെ സ്നേഹവും കരുണയും അല്ലെങ്കിൽ വാത്സല്യവും കരുതലും പല രീതിയിലുള്ള സഹായങ്ങളും നിങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കേവലം യാതൊരു തരത്തിലുമുള്ള ഒരു വിഷാംശമില്ലാത്ത അത്രയും പരിശുദ്ധമായിട്ടുള്ള സ്നേഹം മാത്രമാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. വേറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങൾ ഈ വ്യക്തിയെ സഹായിച്ചതും കൂടെ നിന്നതും. പക്ഷേ ഈ വ്യക്തിക്കാണെങ്കിൽ ആ ഒരു താൽക്കാലിക സുഖം അല്ലെങ്കിൽ താൽക്കാലികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഈ വ്യക്തിക്ക് പല തിരിച്ചടികളും അതുപോലെ പല കാര്യങ്ങളിലും പരാജയങ്ങളും സംഭവിച്ചതായിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ തീർത്തും ഈ വ്യക്തി അങ്ങേയറ്റം ഒരു ഒറ്റപ്പെടലിന്റെ സാന്നിധ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഇരുട്ടിന്റെ മറവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിട്ട് കാണുന്നു. ഇന്ന് ഈ വ്യക്തിക്ക് വഴിതെറ്റിപ്പോകാനും മറ്റു പല ബന്ധങ്ങളിലേക്ക് പോകാനും ഒരുപാട് വഴികൾ ഈ വ്യക്തിക്ക് മുന്നിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പണ്ടായിരുന്നെങ്കിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും പോയാനെ. പക്ഷെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി യാതൊരു തരത്തിലും അത്തരം വഴികളിലേക്ക് പോകാൻ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ള പാഠം അത്രമേൽ മൂർച്ചയേറിയത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി പലതരത്തിലുള്ള യാത്രകൾ നടത്തുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താനോ നിങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി ആത്മവിശ്വാസത്തോടു കൂടി വന്ന് നിൽക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഈ വ്യക്തിക്ക് ആത്മവിശ്വാസത്തോടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മെച്ചപ്പെടുത്തുന്നതാകാം. എന്തിനോ വേണ്ടിയിട്ട് വലിയൊരു യാത്രയെ സൂചിപ്പിക്കുന്നു. അതിൽ തീർത്തും ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ വന്നതിൻ്റെ ഫലമായിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് വലിയൊരു രൂപമാറ്റം തന്നെയാണ്. ആ രൂപം മാറുന്നത് മാനസികപരമായിട്ടുള്ള മാറ്റങ്ങളാണെന്ന് മാത്രം. മനസ്സിൽ വന്നിരിക്കുന്ന ചിന്തകളും ശീലങ്ങളും സ്വഭാവങ്ങളും അല്ലെങ്കിൽ കാഴ്ചപ്പാട് മനോഭാവങ്ങൾ ഇതെല്ലാം മാറി മറിയുന്നുണ്ട്. ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും
ഒരു പുതുമ അല്ലെങ്കിൽ പുതിയ ഒരു അധ്യായം ജീവിതത്തിൽ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. അത്രയും ആത്മാർത്ഥ മനസ്സോട് കൂടി കാത്തിരിക്കുന്നു, പ്രതീക്ഷയോട് കൂടി. പക്ഷേ പെട്ടെന്നൊന്നും ഈ വ്യക്തി വന്നാൽ നിങ്ങൾ യാതൊരു കാരണവശാലും സ്വീകരിക്കില്ല. കാരണം നിങ്ങളും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കണം. അത്രമേൽ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. അപ്പോൾ മാത്രമേ ഇനി വീണ്ടും ആ പഴയ അധ്യായം ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയും അത്തരം ഒരു തയ്യാറെടുപ്പുകളിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ആദ്യം ഒരു വെള്ളത്തിന്റെ പോലെ പരിശുദ്ധമായിട്ടുള്ള നിഷ്കളങ്കരായ വ്യക്തികളായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കത്തിജ്വലിക്കുന്ന അഗ്നിക്ക് സമാനമായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ സ്ത്രീയോ പുരുഷനോ അതൊന്നും ഇവിടെ പ്രാധാന്യമുള്ളതല്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രമേൽ ഒരു വൈകാരികമായിട്ടുള്ള അത്രയും മൂർച്ചയേറിയ ഒരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പ്രപഞ്ചശക്തിക്കും നിങ്ങളിൽ നിന്നും വേണ്ടിയിരുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒതുങ്ങിപ്പോയിട്ടുള്ളവരാകാം. നിങ്ങളുടെ ആഗ്രഹങ്ങളും മറ്റു മോഹങ്ങളും വേണ്ട എന്ന് വെച്ച് ഒതുങ്ങി ജീവിച്ചവരാകാം. പക്ഷെ നിങ്ങളിലെ യഥാർത്ഥ ബെസ്റ്റ് വെർഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിന് ഈ വ്യക്തി തീർത്തും ഒരു നിമിത്തമായിട്ടുണ്ട്. നിങ്ങളിലൂടെ ഈ വ്യക്തിക്കും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചു. അതിന് ഈ ഒരു വേർപിരിയൽ വലിയൊരു അനുഗ്രഹമായി തീർന്നു. പലപ്പോഴും നിങ്ങൾ ശപിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ ഒരു ബന്ധം സന്തോഷത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല മറ്റുള്ളവരെ പോലെ. കാരണം ഈ ഒരു വേർപിരിയലിലൂടെ നിങ്ങളുടെ രണ്ടു പേരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതൊരു പക്ഷേ നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. അത്തരം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ അവസ്ഥയിൽ പോലും നിങ്ങൾ പരാതിപ്പെടാതെ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നന്ദിയാണ് പറയേണ്ടത്. കാരണം നിങ്ങൾക്ക് കുറച്ചൊക്കെ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വലിയ സന്തോഷങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മൗനമായിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും സന്തോഷം നൽകുന്നില്ല. ഈ വ്യക്തിയുടെ എല്ലാ കാര്യത്തിലും പതർച്ച വന്നിരിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരുന്നത് വെറും ഒരു നാട്യമായിട്ടല്ല, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെയ്തു തീർക്കാം എന്നുള്ള രീതിയിൽ വരുന്നതല്ല. മുഴുവനുമായിട്ട് ആത്മാർത്ഥതയോട് കൂടി തന്നെ ആയിരിക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ സന്ദേശം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ചർച്ചകൾ വാട്സപ്പ് ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ചർച്ചയിൽ പങ്കെടുക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.